171 ശ്രീനാരായണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി പറവൂർ SNDP യൂണിയൻ തലത്തിൽ നടത്തുന്ന കലാസാഹിത്യ മത്സരങ്ങൾക്ക് മുന്നോടിയായി നന്ദ്യാട്ടുകുന്നം 834 നമ്പർ SNDP ശാഖാതല മത്സരങ്ങൾ പ്രസിഡന്റ് MK ആഷിഖ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിനോടനുബന്ധിച്ച് നടത്തുന്ന ശാഖാതല കലാമത്സരങ്ങൾ ആരംഭിക്കുകയാണ്. സാധാരണയായിട്ട് നമ്മുടെ ശാഖയിലെ കലാസാഹിത്യ മത്സരങ്ങൾക്ക് ഇത്തരം ഒരു ഉദ്ഘാടന ചടങ്ങൊന്നും ആയിട്ട് നമ്മൾ നടത്താറില്ല. പക്ഷെ കഴിഞ്ഞ വർഷം മുതൽ പറവൂർ SNDP യൂണിയന്റെ കീഴിലുള്ള 22 ശാഖകളിൽ പറവൂർ മേഖലയിലെ 13 ശാഖകളിൽ ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തുവാൻ നന്ദ്യാട്ടുകുന്നം ശാഖയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി ഞാൻ ഓർക്കുകയാണ്. കഴിഞ്ഞ വർഷം നമുക്ക് പറവൂർ മേഖലാതലത്തിൽ ഏറ്റവും മുൻപന്തിയിൽ വരാൻ കഴിഞ്ഞു. ഇത്തവണയും നമ്മുടെ പ്രതീക്ഷ മുൻപന്തിയിൽ വരാൻ കഴിയും എന്ന് തന്നെയാണ്. ഏകദേശം ഒരു 30ഓളം വിദ്യാർത്ഥികൾ, കുട്ടികളും മുതിർന്നവരും ഒക്കെ ആയിട്ട് ഇവിടെ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത്തവണയുള്ള ഒരു ഏറ്റവും വലിയ അനുഗ്രഹീതമായൊരു കാര്യം, നമ്മുടെ ശാഖാതിർത്തിയിൽ തന്നെയാണ് പറവൂർ മേഖലാതല മത്സരം SNDP സ്കൂളിലാണ് നടക്കുന്നത്. നമ്മുടെ കുട്ടികൾക്കൊക്കെ പങ്കെടുക്കുവാൻ വളരെ എളുപ്പമാണ്. കാരണം നമുക്ക് ചേന്നാമംഗലം ജംഗ്ഷനിലെ യൂണിയൻ ആസ്ഥാനത്തിലേക്ക് പോകേണ്ടതില്ല. തൊട്ടടുത്ത് തന്നെ എല്ലാവർക്കും നടന്ന് പോകാവുന്ന ദൂരത്തിൽ തന്നെയാണ് പറവൂർ മേഖലയിലെ 13 ശാഖകൾ മാറ്റിവെക്കുന്ന പറവൂർ മേഖലാതല കലാസാഹിത്യ മത്സരങ്ങളും നടക്കുന്നത് എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. കലാസാഹിത്യ മത്സരങ്ങളിൽ കൂടാതെ ചതയദിന ഘോഷയാത്രയിൽ ഏറ്റവും കൂടുതൽ പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതിൽ മുൻപന്തിയിൽ വരിക എന്നുള്ളതാണ് ശാഖയുടെ ആത്യന്തികമായ ലക്ഷ്യം. ഇന്നിവിടെ പങ്കെടുത്തിട്ടുള്ള എല്ലാവരും സെപ്റ്റംബർ 7-ാം തീയതി നടക്കുന്ന ചതയദിന ഘോഷയാത്രയിലും സാന്നിധ്യം കൊണ്ട് പങ്കെടുത്ത് വിജയിപ്പിക്കണം എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഏതായാലും അധികം ദീർഘിപ്പിക്കുന്നില്ല. 2-3 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഒന്ന്, ഇവിടുത്തെ മത്സരത്തിൽ നിന്ന് വിജയിക്കുന്നവർ, അതിൽ 1-ാം സ്ഥാനത്ത് വരുന്നവർ 17-ാം തീയതി അടുത്ത ഞായറാഴ്ച നടക്കുന്ന പറവൂർ മേഖലാതല കലാസാഹിത്യ മത്സരങ്ങളിൽ പങ്കെടുക്കണം. എങ്കിൽ മാത്രമേ പറവൂർ മേഖലയിൽ നമുക്ക് മുന്നോക്കം വരുവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇന്ന് മത്സരിച്ച് വിജയിക്കുന്നവര് അടുത്ത ആഴ്ച നടക്കുന്ന മേഖലാതല മത്സരങ്ങളിൽ പങ്കെടുക്കണം. അവിടെ വിജയിക്കുന്നവർ 23-24 തീയതികളിലായിട്ട് നടക്കുന്ന പറവൂർ യൂണിയൻ തല കലാസാഹിത്യ മത്സരങ്ങളിൽ പങ്കെടുക്കണം എന്നൊക്കെ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട്, അതുകൂടാതെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം കൂടി ഞാൻ ഊട്ടി പറയണം. നാളെ ഇവിടെ ഒരു വളരെ വിശേഷമായ ഒരു ചടങ്ങ് ഇവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ അഭിമാനമായ പറവൂർ SNDP യൂണിയനിലെ മറ്റൊരു ശാഖയ്ക്കും അവകാശപ്പെടാൻ കഴിയാത്തത്ര രീതിയിൽ ഏറ്റവും ഗംഭീരമായിട്ടും ഏറ്റവും ഭക്തിനിർഭരമായിട്ടും കഴിഞ്ഞ 31 വർഷമായി മുടങ്ങാതെ ഗുരുപൂജ വാർഷികം നടത്തുന്ന നമ്മുടെ വനിതാ സംഘത്തിന്റെ 31ാമത് ഗുരുപൂജ വാർഷികം നാളെ രാവിലെ 11 മണിക്ക് ഇവിടെ നടക്കുകയാണ്. ഗുരുപൂജയ്ക്ക് ശേഷം 11 മണിക്ക് നമ്മുടെ സമ്മേളനമുണ്ട്. അതിനകത്ത് യൂണിയൻ സെക്രട്ടറിയാണ് ശ്രീ ഷൈജു മണിക്കപ്പടിയാണ് ആ ഗുരുപൂജ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. അത് 11 മണിക്കാണ്. അപ്പൊ എല്ലാവരും ഇവിടെ പങ്കെടുത്തിട്ടുള്ള എല്ലാവരും നാളത്തെ ആ വിശിഷ്ടമായ ഭക്തിനിർഭരമായ ചടങ്ങിൽ പങ്കെടുക്കണം. അതിനുശേഷം വിഭവസമൃദ്ധമായ സദ്യ ഉച്ചയ്ക്ക്. അപ്പൊ അതിനൊക്കെയുള്ള വിപുലമായ തയ്യാറെടുപ്പ് തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ വനിതാ സംഘം പ്രവർത്തകര് വിലാസിനി ചേച്ചിയുടെ നേതൃത്വത്തിൽ തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ സ്വന്തമായി ഉണ്ടാക്കുന്ന, വീട്ടിലുണ്ടാക്കുന്ന പോലെ നമ്മളൊരു കാറ്റഗറി ഇവരെയൊന്നുമല്ല ഏൽപ്പിക്കുന്നത്. ഇവിടുത്തെ വനിതാ സംഘം പ്രവർത്തകരുടെ അവരുടെ കാര്യങ്ങളാൽ ഉണ്ടാക്കുന്ന ആ വിശിഷ്ട ഭോജ്യം കഴിക്കാനുള്ള ഭാഗ്യവും കൂടി നമുക്ക് ഉണ്ട്. അതിലും എല്ലാവരും പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ ശാഖയിൽ നടക്കുന്ന കലാസാഹിത്യ മത്സരങ്ങൾ ഔപചാരികതയുടെ പേരിൽ മാത്രം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.